ചലച്ചിത്രാസ്വാദകരുടെ മനം കവർന്ന് 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ വിധു വിൻസെന്റിന്റെ മാൻഹോൾ ഉൾപ്പെടെ 3 ചിത്രങ്ങൾ. ലോക സിനിമകൾക്കൊപ്പം മാറ്റുരയ്ക്കാനെത്തിയ മലയാള ചിത്രം മാൻഹോളാണ് 3ാം ദിനത്തിൽ മേളയിൽ ശ്രദ്ധേയമായത്. റെയിൽവേ സ്റ്റേഷനുകളിലും കമ്പോസ്റ്റ് സ്റ്റേഷനുകളിലും നഗരങ്ങളിലെ കക്കൂസുകൾ നിറയുമ്പോഴും ആരാണ് സർ വൃത്തിയാക്കുന്നത്? ഫിലിപ്പീൻസ് ചിത്രം ഡൈ ബ്യൂട്ടിഫുൾ, മെക്സിക്കൻ ചിത്രം വെയർ ഹൗസ്ഡ് എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ. കേരളത്തിന്റെ ചലച്ചിത്രമേളയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെത്തുന്നത് കൊറിയൻ സംവിധായകൻ കിം കിഡൂക്കിന്റെ സിനിമകൾക്കാണ്. കിം കിഡൂക്കിന്റെ ദി നെറ്റ് ഇന്ന് വൈകിട്ട് നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. അർജന്റീനിയൻ, ചിലിയൻ ചിത്രം നെരൂദ, ഇറാൻ ചിത്രം ഡ്യുയറ്റ് തുടങ്ങി 30ഓളം ചിത്രങ്ങളാണ് ഇന്ന് ലോക സിനിമാ വിഭാഗത്തിലുള്ളത്. നമ്മളെ കൂടുതലായിട്ട് ഡയലോഗ് ഓറിയന്റഡ് മൂവീസ് ആണല്ലോ നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഡയലോഗിൻ്റെ സഹായം ഇല്ലാതെ തന്നെ എങ്ങനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാമെന്നുള്ളത് കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ള മൂവീസാണ് പലതും. സ്പാനിഷ് വിപ്ലവത്തെക്കുറിച്ച് പറയുന്നൊരു പടം, ലാൻഡ് ആൻഡ് ഫ്രീഡം. അത് ഇന്നത്തെ സാഹചര്യം ആയിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നി. കാരണം അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനത, ഫാസിസ്റ്റുകൾക്കെതിരെ നടന്ന പോരാട്ടം, ഫാസിസ്റ്റുകൾ എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ എതിർക്കുന്നൊരു സായുധ വിപ്ലവത്തിലൂടെ എതിർക്കുന്നൊരു പടമാണ് ഈ ലാൻഡ് ആൻഡ് ഫ്രീഡം. ഇറ്റാലിയൻ ചിത്രം ഫയർ അറ്റ് സീ എന്നീ സിനിമകളാണുള്ളത്. ജെൻഡർ ബെൻഡർ വിഭാഗത്തിൽ മികച്ച പ്രതികരണം നേടിയ പെപ്പ സാൻ മാർട്ടിന്റെ ചിലിയൻ അർജന്റീനിയൻ ചിത്രം രാര മേളയുടെ 3ാം ദിനത്തിലുമുണ്ട്. ഷാനവാസ് ബാവക്കുട്ടിയുടെ കിസ്മത്ത്, ഷെറി ഗോവിന്ദൻ, ഷൈജു ഗോവിന്ദ് എന്നിവരുടെ ഗോഡ്സെയുമാണ് മലയാള സിനിമ ഇന്ന് വിഭാഗത്തിൽ പ്രദർശനത്തിനുള്ളത്. മികച്ച സിനിമകളും വർദ്ധിച്ച പങ്കാളിത്തവുമുള്ള ചലച്ചിത്രമേള 3ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും സജീവമാവുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.